ജയിലിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് കഞ്ചാവ് കിട്ടും എന്ന് വെച്ചാൽ ജയിലിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് കഞ്ചാവ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ. കാരണം ഇങ്ങോട്ട് MDMA എസ്കോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ തരാൻ വേണ്ടിട്ട് ഒരു ടീം ഞങ്ങൾക്ക് എത്തി. അതുപോലെ ആദ്യം ഞങ്ങൾ ജയിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഞങ്ങൾ ആക്രമിച്ചു. ആ ബക്കറ്റ് എടുത്തിട്ട് ആളെ ഞങ്ങൾ ചെയ്തു, ബക്കറ്റോട് അടിച്ച് ആളെ തലവന്ന ബ്ലഡ് എന്നൊരു അവസ്ഥ വന്നു. അങ്ങനെ ആകെ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് കുതറിക്കയറിയ സ്വാലിഹിനെ പരിചയപ്പെടാം. 2 കൊല്ലം കഴിഞ്ഞു. അങ്ങനെ ഇപ്പൊ ഈ സമയം കൊണ്ട് ഞങ്ങൾ തീർന്നു 4-5 വർഷത്തോളം തുടർച്ചയായിട്ട് എന്നും ഈ പറയുന്ന MDMA കഞ്ചാവാണെന്നെങ്കിലും പശയെന്നുണ്ടെങ്കിലും അതുപോലെ സ്റ്റാമ്പ്, പെട്രോള്, മാനസികത്തിനുള്ള ഗുളിക, അതുപോലെ തന്നെ പശ എന്ന് പറയുന്ന എല്ലാ ട്രിക്കും ഈ ഒരു 4-5 വർഷം 14 വയസ്സിൽ തുടക്കമിട്ട് ഏകദേശം ഒരു 18-19 വയസ്സ് വരെയൊക്കെ ഞാൻ തുടർച്ചയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. ആ ഉപയോഗിക്കുന്നതിന്റെ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് പിന്നീട് ലാസ്റ്റ് ഒരു സമയത്ത് എത്തിയ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ആർക്കും പൈസ ഇല്ലാതെ, കാരണം വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും അതിൻ്റെ ഇറക്കിയുള്ള സിറ്റുവേഷൻ വന്നു. പിന്നെ മോഷ്ടിക്കാൻ തുടങ്ങി. അതിൻ്റെ അപ്പുറത്ത് നോർമലി നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഞങ്ങൾ അങ്ങോട്ട് കയറിയിട്ട് ആക്രമിക്കാൻ തുടങ്ങി. സാധാരണ നടന്നു പോകുന്ന ആളുകളെ, വൈകുന്നേരത്തെ ജോലി കഴിഞ്ഞിട്ട് പോകുന്ന ആളുകളെ ഞങ്ങൾ അങ്ങോട്ട് കയറിയിട്ട് ആക്രമിച്ചിട്ട് ചെയ്യും. അവരുടെ പൈസ തട്ടിപ്പറിക്കേണ്ട ആരുടെ പോക്കറ്റിൽ നിന്ന് ആ പൈസ തട്ടിപ്പറിക്കാൻ തുടങ്ങി. ഞങ്ങൾ 3 പേര് കൂടി ഒരാളെ മദ്യപിച്ചു പോകുന്നു. അതുപോലെ പുള്ളി ബീവറേജ് ചെയ്യും. ആ ബീവറേജിന്റെ സൈഡിലൂടെ നടന്നു പോകുന്ന ആളുകളെ ഞങ്ങൾ എന്ത് ചെയ്യും, അവരെ പോയിട്ട്, കാരണം അവര് ഓൾറെഡി മദ്യപിച്ചിട്ട് നടന്നു വരും, അവരെ പോയിട്ട് ഞങ്ങൾ ആക്രമിക്കും. ഇവിടെ അവരെ പോക്കറ്റിലെ പൈസ തട്ടിപ്പറിക്കും. സാധാരണ നോർമലി ജോലി കഴിഞ്ഞ് പോകുന്ന ആളുകൾ പൈസ തട്ടിപ്പറിക്കും. അങ്ങനെ ഒരുപാട് അപകടത്തിൽ നമ്മൾ പോയി പെട്ടു. അതെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു കുറച്ചുകൂടി കഴിഞ്ഞാൽ ഞങ്ങളെ കുറച്ച് ആളുകൾ ഈ പറയുന്ന ഞങ്ങളെ കുറച്ച് ആളുകൾ സമീപിക്കാൻ തുടങ്ങി. ഒരു ബൈക്ക് മോഷ്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 50 ഗ്രാം കഞ്ചാവ് തരാം എന്നൊരു അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിനൊരു സംസാരത്തിൽ ആ ഒരു സമയമായപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കോണ്ടാക്റ്റുകൾ ഞങ്ങൾക്ക് എത്തിപ്പെടാൻ തുടങ്ങി. എന്നുവെച്ചാൽ ഒരു ബൈക്ക് മോഷ്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ 50 ഗ്രാം കഞ്ചാവ്, ആ കഞ്ചാവ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, ബൈക്കാൻ തരാമെന്നൊരു സംസാരത്തിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ ബൈക്ക് മോഷ്ടിക്കാൻ തുടങ്ങി. ഞങ്ങൾ 12 ബൈക്ക് മോഷ്ടിച്ച് ഞങ്ങൾ കൊടുത്തു. ആ 12 ബൈക്ക് മോഷ്ടിച്ച് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് 50 ഗ്രാം കഞ്ചാവ്. ഈ 50 ഗ്രാം കഞ്ചാവ് എന്ന് പറയുന്നത് രാവിലെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ 3 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ പൂർണ്ണമായിട്ടും 50 ഗ്രാം കഞ്ചാവ് അടിച്ച് തീർന്നിട്ടുണ്ടാവും. കാരണം ഏകദേശം 4-5 വർഷം തുടർച്ചയായിട്ട് കഞ്ചാവിനും ഈ പറയുന്ന MDMA പശക്കും സ്റ്റാമ്പിനും വേണ്ടിയിട്ട് എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒറ്റപ്പാലം എന്നെ ശ്രീകൃഷ്ണപുരം പോലീസായിരുന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ 12 പേര് പിടിച്ചത് ശ്രീകൃഷ്ണപുരം പോലീസായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കമ്മിയുള്ളത് 12 വയസ്സിലെ കുട്ടിയായിരുന്നു. ഞങ്ങളെ ഈ 12 പേരിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കമ്മി ഉണ്ടായിരുന്നത് 12 വയസ്സിലെ കുട്ടിയായിരുന്നു. ഒരാൾക്ക് 14 വയസ്സായിരുന്നു, ഒരാൾക്ക് 17 വയസ്സായിരുന്നു. അങ്ങനെ ഒരു 3 പേർക്ക് പ്രായബുദ്ധിയായിരുന്നു. ബാക്കി 8 പേരെ ഒറ്റപ്പാലം സബ് ജയിലിക്കാനായിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സബ് ജയിലിൽ ഞങ്ങൾ കയറി ചെന്നു. ഒരു 7 ദിവസം കഴിഞ്ഞു. 7 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എന്ത് ചെയ്തു, കാരണം 1 ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ കഴിഞ്ഞു. ഈ 3 ദിവസം ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ജയിലിന്റെ ഉള്ളിൽ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ പറയുന്ന 11 ദിവസങ്ങളുണ്ട്. ഞങ്ങൾക്ക് ജയിലിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് കഞ്ചാവ് കിട്ടും എന്ന് വെച്ചാൽ ജയിലിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് കഞ്ചാവ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ. കാരണം ഞങ്ങൾ ചെന്നപാടെ കാരണം ഈ കഞ്ചാവാണെന്നുണ്ടെങ്കിൽ മറ്റെന്ത് രൂപത്തിലാണെന്നെങ്കിലും ഈ ആളുകൾക്കിടയിൽ ഇങ്ങനൊരു ടീം കയറി വരുന്നുണ്ട് അറിയുമ്പോൾ ആളുകൾക്കിടയിൽ ആളുകൾ അവരെന്തോ ഒരു വലിയ സംഭവം, അല്ലെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നാടിന് വേണ്ടിയിട്ട് എന്തോ വലിയൊരു പുണ്യപ്രവർത്തനം ചെയ്തിട്ടാണ് അവർ ജയിലിലേക്ക് വന്നത്. ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ 12 പേർക്ക് ഞങ്ങൾക്ക് നല്ല ബഹുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ കാരണം ഞങ്ങൾ കട്ടിട്ടാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തോ ഉപ്പാക്ക് നേരെ ആക്രമണം അയച്ചുവിട്ട രൂപത്തിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവർ ക്രിമിനൽസ് ആണ്. പിന്നെ ഞങ്ങൾക്ക് അതിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് പല ഓഫറുകളും തരാൻ തുടങ്ങി. കാരണം അവിടുന്ന് ഇങ്ങോട്ട് MDMA എസ്കോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ തരാൻ വേണ്ടി ഒരു ടീം ഞങ്ങൾക്ക് എത്തി. അതുപോലെ 500 കിലോ കഞ്ചാവിന് എക്സ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് കോണ്ടാക്റ്റുകൾ ഈ ജയിലിന്റെ ഉള്ളിൽ
കയറി ചെന്ന പാടെ തന്നെ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ 7-6 ദിവസം ഞങ്ങൾക്ക് ഇത് ചെയ്തു സാധനം ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അതിനുള്ളിൽ തന്നെ ജയിലിനുള്ളിൽ തന്നെ സുലഭമായിട്ട് ഞങ്ങൾക്ക് കിട്ടും. ഓപ്പണായിട്ട് പറയാം, സുലഭമായിട്ടും ജയിലിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത് കിട്ടും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു 7 ദിവസം കഴിഞ്ഞു, 8 ദിവസം കഴിഞ്ഞു. 9ാമത്തെ ദിവസം ഞങ്ങൾക്ക് പിന്നീട് ഉപയോഗിക്കാതെ കിട്ടുന്നില്ല. കാരണം ഈ പ്രതികള് കോടതിക്ക് വരുന്ന സമയത്ത് ചെറിയ രൂപത്തിൽ അവരെന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളായിട്ട് കൊണ്ടുവരുന്നതാണ്. അതാണ് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കിട്ടുന്നത്. അങ്ങനെ 6 ദിവസം ഉപയോഗിക്കാൻ കിട്ടി. 7 ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം ഉപയോഗിക്കാൻ കിട്ടിയില്ല. ആ 2 ദിവസം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ പാത്രങ്ങളും ബക്കറ്റുകളും വെള്ളം കാര്യങ്ങളൊക്കെ ഞങ്ങൾ അടുത്ത് വെച്ചിട്ടുണ്ടാവും. ആ ബക്കറ്റ് എടുത്തിട്ട് ആദ്യം ഞങ്ങൾ ജയിലിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഞങ്ങൾ ആക്രമിച്ചു. ആ ബക്കറ്റ് എടുത്തിട്ട് ആളെ ആക്രമിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കൂട്ടത്തിലുണ്ടായിരുന്ന ജയിലിൽ ഞങ്ങൾ അടുത്തുണ്ടായിരുന്ന പ്രതികളെ ഞങ്ങൾ ചെയ്തു ആക്രമിക്കാൻ തുടങ്ങി. ഒരാളുടെ തലമൊക്കെ ഞങ്ങൾ ചെയ്തു ബക്കറ്റ് കൊണ്ട് അടിച്ച് ആളുടെ തലവന്ന് ബ്ലഡിലൊക്കെ ഒരു അവസ്ഥ വന്നു. അങ്ങനെ ആകെപ്പാടെ വൈലന്റ് ആവാൻ തുടങ്ങി, സൈഡിൽ പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ആകെ വൈലന്റ് ആവാൻ തുടങ്ങി. നിങ്ങൾ അവിടെ ജയിലിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും ഞങ്ങൾ അനാവശ്യം വിളിക്കാനും അങ്ങനെ മറ്റൊരു ഒരാളുടെ ഒരു ഭ്രാന്തനെ നിങ്ങൾ റോഡിൽ നിന്ന് കണ്ട എങ്ങനെയായിരിക്കും, അതിലും ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ അത്രയും മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞ് അപ്പോഴേക്ക് അവിടെ ഉണ്ടായിരുന്ന ജയിലിലുണ്ടായിരുന്ന സൂപ്രണ്ട് ഞങ്ങളോട് സംസാരിക്കാൻ പേഴ്സണലായിട്ട് സംസാരിക്കാമെന്നുള്ള രീതിക്ക് ഞങ്ങൾ അടുത്ത് വന്നു. ആ സൂപ്രണ്ട് അന്ന് ഞങ്ങളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് ചെയ്തു, ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതിനുള്ളിൽ വെച്ചിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ കഞ്ചാവിന് വേണ്ടിയിട്ടാണ് മോഷ്ടിച്ചത്, കഞ്ചാവിന് വേണ്ടിയിട്ടാണ് ആളുകൾ കയ്യത് ആക്രമിച്ചതും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇത് വന്ന സൂപ്രണ്ടിന്റെ അടുത്ത് തൃശ്ശൂരുണ്ടായിരുന്നു. ശരിക്ക് അന്ന് അതിന് ശരിക്കും ആ സൂപ്രണ്ടിനെ കാണാൻ കഴിയുന്നതല്ല. ശരിക്ക് ആളെ കട്ടണ രീതിയിൽ തൊഴുകേണ്ടി വരും. കാരണം അന്ന് ആ ഒരു സൂപ്രണ്ട് എന്നെ നല്ല രൂപത്തിൽ എന്നെ അടക്കം 12 പേരെ ബാക്കി 11 പേരെയും നല്ല രൂപത്തിൽ തന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അന്ന് ആ സൂപ്രണ്ട് മുൻകൈ എടുത്തു. അന്ന് ആ സൂപ്രണ്ട് എന്ന് പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് കൊടുക്കാം, നിങ്ങളിത് നിർത്താൻ തയ്യാറാണോ ചോദിച്ചു. നിങ്ങൾ 12 നിർത്താൻ തയ്യാറാണ്, പക്ഷെ ഞങ്ങൾ ആ ഒരു സമയമാകുമ്പോൾ ആ ഉപയോഗിക്കേണ്ട സമയമാകുമ്പോൾ, കാരണം ഞങ്ങൾ നോർമലി ഞങ്ങൾ രാത്രിക്ക് എന്ത് ചെയ്യും, രാത്രിക്കാണ് വീട്ടിൽ നിന്ന് ഉപയോഗിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ പകലും രാത്രിയിൽ നിന്നൊരു മാറ്റം നിലവിലില്ല. നമ്മൾ രാത്രി ഉപയോഗിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. പക്ഷെ ഞങ്ങളൊരു 7 മണി 8 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഓവറായിട്ട് വയലന്റ് ആവുന്നതാണ്. അങ്ങനെ ആ ഒരു 2-3 ദിവസം മജിസ്ട്രേറ്റ് ഞങ്ങൾ പിടിച്ചു നിർത്താനായിട്ട് ഞങ്ങൾക്ക് ഉറക്കവിളി വരെ തന്നിട്ടുണ്ട്. നമുക്ക് 12 പേർക്കും മജിസ്ട്രേറ്റ് അല്ല സോറി വിമുക്തിന് നമുക്ക് വന്നിട്ടുള്ള ഡോക്ടർ നിർദ്ദേശപ്രകാരം നമുക്ക് ഉറക്കവിളി വരെ തരേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ്. അതെല്ലാം കഴിഞ്ഞാൽ ആ മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരം മജിസ്ട്രേറ്റുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾക്ക് മജിസ്ട്രേറ്റുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഈ സൂപ്രണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലേക്ക് വന്നു. കാരണം ഞങ്ങൾ എന്താ മജിസ്ട്രേറ്റുമായിട്ട് സംസാരിക്കാൻ വേണ്ടി തന്നപ്പോൾ ഒരു മജിസ്ട്രേറ്റ് ഒരു പ്രതിനോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രൂപത്തിലല്ല, ഒരു അച്ഛൻ ഒരു മകനോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് എന്നുള്ള രൂപത്തിൽ ആ മജിസ്ട്രേറ്റ് അന്നുണ്ടായിരുന്ന ആ മജിസ്ട്രേറ്റ് ഞങ്ങളെ ചേർത്ത് പിടിക്കുക. അത് പറയുമ്പോൾ ഇപ്പോഴും ഞാൻ അഭിമാനത്തോടെ പറയും. കാരണം അന്ന് ആ മജിസ്ട്രേറ്റിന്റെ സംസാരം, നിങ്ങൾ ഇനി ഇത് ഇവന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നന്നാവോടെ മക്കളെ എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. നിങ്ങൾ പ്രതികൾ എന്ന രൂപത്തിലല്ല, നിങ്ങൾ ഇനി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നന്നാവോടെ മക്കളെ ചോദിച്ചത്. അതുപോലെ തന്നെ ചോദിച്ചതാണ് മണ്ണാർക്കാടുണ്ടായിരുന്ന DYSPയും CA ബിനീഷ് എന്ന് പറയുന്ന, ഞാൻ എല്ലാ വീടുകളിലും പറയുന്നത് CA ബിനീഷ് എന്ന് പറയുന്നതും എൻ്റെ അഡ്വക്കേറ്റ് ആഷിം എന്ന് പറയുന്നതും ഇവരെല്ലാവരും കൂടെ അന്ന് ഞങ്ങൾ ചേർത്ത് പിടിച്ചത്. പക്ഷെ എന്നാൽ ആ മജിസ്ട്രേറ്റ് നമ്മൾ സംസാരിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഞങ്ങൾ നിർത്താൻ തയ്യാറാണ്. അങ്ങനെ വിമുക്തിയായിട്ട് നിർവഹണ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ്, കൗൺസിലിങ്ങും കാര്യങ്ങളും എല്ലാം ഒരു 3 മാസത്തോളം തുടർച്ചയായിട്ട് ഞാൻ വിമുക്തിയുടെ കീഴിൽ തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും ഒരു 2-3 വർഷത്തിനടുത്ത് എന്ത് ചെയ്തു, 3 മാസമാണ് ഞാൻ വിമുക്തിയായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിനുശേഷം വിമുക്തിയുടെ എല്ലാ ക്ലാസ്സുകൾക്കും മറ്റുള്ള കാര്യങ്ങളും ഞാൻ പോകാറുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ചെയ്തു ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്താണ് ഈ പറയുന്ന എൻ്റെ അഡ്വക്കേറ്റ്, അതുപോലെ എൻ്റെ CA ബിനീഷ്, അതുപോലെ അതുണ്ടായിരുന്ന എൻ്റെ ബ്രദർ, മറ്റുള്ള എല്ലാവരും കൂടെ ഒരു പക്ഷെ ഞങ്ങൾ അന്ന് അവിടുന്ന് അവർ ചേർത്ത് പിടിച്ചിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഒരു പക്ഷെ ഞാൻ വല്ല ക്രിമിനലായിട്ട് ഏതെങ്കിലും ജയിലിൽ കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അന്ന് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഊർജ്ജം നൽകാനും
സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് എനിക്ക് സപ്പോർട്ട് നൽകുന്നതാണ് ഈ പറയുന്ന എൻ്റെ സി ദിനീഷ്, അഡ്വക്കേറ്റ് ആഷ് മുതൽ എല്ലാവരും അന്ന് ഞങ്ങൾ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രൂപത്തിൽ തന്നെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ 12 പേർക്കും വിമുക്തി ഞങ്ങൾ ഒരു അമൃതാനൊരു മേഡം സംസാരിക്കാൻ വേണ്ടിയിട്ട് അവസരങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നു. ആ മേഡം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ 12 പേരും മീഡിയകൾക്ക് മുമ്പിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹമുണ്ടോ ചോദിച്ചു. ഇത് പങ്കുവെക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ സമൂഹത്തിന് ഒരുപാട് ഗുണം ചെയ്യും. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഒരുപാട് മക്കൾക്കും ഒരുപാട് രക്ഷിതാക്കൾക്കും അത് ഒരുപാട് ഗുണം ചെയ്യുന്നില്ല ഒരു പക്ഷേ ഈ പറയുന്ന 11 പേരും പേടിച്ചുകൊണ്ട് മാറിപ്പോയി. 11 പേരും പേടിച്ച് മാറിപ്പോയി. ഞാനൊന്ന് മാഡത്തിനോട് പറഞ്ഞു, എനിക്ക് ഒരു 1 ഇയർ എനിക്ക് സമയം തരണം. കാരണം എനിക്ക് 2 പെങ്ങളാണ്. ആ 2 പെങ്ങളിൽ ഒരു പെങ്ങൾ 6 മാസം കഴിഞ്ഞിട്ട് കല്യാണമാണ്, ഒരാളുടെ 1 ഇയർ കഴിഞ്ഞിട്ടും ഒരാളുടെ കല്യാണമാണ് പറഞ്ഞു. ശരി, കുഴപ്പമില്ല, ആ ഒരു കൊല്ലത്തെ സമയം തരാമെന്ന് ആ രൂപത്തിൽ സംസാരിച്ച് ഒരു കൊല്ലത്തിന് ശേഷം ഞാൻ മീഡിയ വൺ എന്നുള്ള ഒരു ചാനലിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂ കൊടുത്ത് 3ാമത്തെ ദിവസം എൻ്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന വണ്ടികൾക്ക് നേരെ കല്ലേറ് വരണം. 3ാമത്തെ ദിവസം മനസ്സിലായോ? എൻ്റെ ഇന്റർവ്യൂ കൊടുത്തിട്ട് ഞാൻ ഒരു വ്യക്തിയുടെ പേര് പോലും ഒരു കുട്ടിയുടെ പേര് പോലും ഞാൻ അതിൽ എടുത്തു പറഞ്ഞില്ല. എന്ന് വെച്ചാൽ ഇന്നൊരാളുടെ മകനാണെന്നോ അല്ലെ ഇന്നൊരാളാണെന്നോ അല്ലെ ഇന്നൊരു ഓഫീസറാണെന്നോ അല്ലെ ഇന്നൊരു ഉദ്യോഗസ്ഥനാണെന്നോ ഒരാളുടെ പേര് പോലും ഞാൻ പറഞ്ഞില്ല. ജസ്റ്റ് അതിലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണ്, അതിലുണ്ടാകുന്ന അപകടങ്ങൾ എന്താണെന്നുള്ളത് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. സ്വാധീനമൊക്കെ പല വർഷങ്ങൾക്ക് അറിയാൻ കഴിയും. അതിന് ജസ്റ്റ് അതിന്റെ ആ ഭവിഷ്യത്തുകളും മറ്റുള്ള കാര്യങ്ങളും മാത്രമുണ്ട്. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 3ാമത്തെ ദിവസം എൻ്റെ വീട്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്ന 2 വണ്ടിക്ക് നേരെ കല്ലേറ്. ഒന്നിന്റെ സൈഡ് ഭാഗം പൂർണ്ണമായിട്ടും പൊളിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഒരു വീടിന്റെ നേരക്ക് ഓടിന്റെ നേരക്ക് വന്നു. അത് കഴിഞ്ഞ് 2ാമത്തത് ഞാൻ മാർക്കറ്റിൽ ഞാൻ വെജിറ്റബിളിന്റെ ഒരു പരിപാടിയായിരുന്നു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൽ പുലർച്ചയ്ക്ക് 4 മണിക്ക് പോകുമ്പോൾ ആ 4 മണിക്ക് ടൗൺ മുതൽ ഒരു 20 കിലോമീറ്ററോളം എന്നെ ഫോളോ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. 4 ബൈക്കോളം 20 കിലോമീറ്ററോളം എന്നെ ഫോളോ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, പിന്നെ ഒരു ദിവസം ബൈക്കോട്ട് പോകുമ്പോൾ എന്നെ ബാക്കിൽ വന്ന് കാറോട് ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോകേണ്ട അവസ്ഥ. പക്ഷെ എനിക്ക് അതുകൊണ്ട് ഒരിക്കലും അതുകൊണ്ട് കേസ് കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം കേസ് കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആരും പിടിക്കപ്പെടില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അതെല്ലാം കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, പിന്നെ ഞാൻ ആ ഒരു വീഡിയോക്ക് ഒരു 4-5 ദിവസത്തിന് ശേഷം തന്നെ എന്നെ ഓരോ ആളുകളും വിളിക്കാൻ തുടങ്ങി. എന്നെ വിളിക്കുന്നത് ചെറിയ 13 വയസ്സ് മുതൽ 25, 30, 35 വയസ്സുള്ള കുട്ടികളുടെ രക്ഷിതാക്കളായിരുന്നു പിന്നീട് അങ്ങോട്ട് എന്നെ വിളിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഞാൻ അന്ന് ചെയ്തത് ഒരു പക്ഷെ എന്ത് ചെയ്യും, എൻ്റെ ആ ചെയ്തതിന് ശേഷം ഞാൻ അതോടെ അവസാനിക്കും. എനിക്ക് എൻ്റെ ജോലി കാര്യങ്ങളായിട്ട് പോകുന്ന രൂപത്തിൽ ആയിരുന്നു ചെയ്ത് തന്നിട്ടുണ്ടാണ്. പക്ഷെ എന്നെ വിളിക്കാൻ തുടങ്ങി ഓരോ അച്ഛനും അമ്മയും കരയുമ്പോൾ എനിക്കത്, കാരണം എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എൻ്റെ വീട്ടിൽ കരഞ്ഞത് എത്രമാത്രം ഉണ്ടെന്ന് നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. 4 മാസം എൻ്റെ വീടിൻ്റെ ഡോറ് പോലും